ഗുഡ് ഈവനിങ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് 2 ക്ലാസ് ആയി. തെർമോഡൈനാമിക്സിന് അതിൽ ആദ്യം മുതൽ ലാസ്റ്റ് വരെ എടുത്തേക്കുന്ന കൺസെപ്റ്റുകൾ കറക്റ്റ് ഓർഡറിൽ ഒന്ന് പറയാം. തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഏറ്റവും ചെറിയ ടേമാണ് സിസ്റ്റം. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു, സറൗണ്ടിങ് ടേമുകൾ എടുത്തു അല്ലെ. അത് കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് സിസ്റ്റം എന്തൊക്കെയായിരുന്നു, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറഞ്ഞു എന്തായിരുന്നു, എന്താ പറഞ്ഞ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്. കേട്ടോ, ഓർത്തു നോക്കാം. അടുത്ത ആൾ പറഞ്ഞു എന്തായിരുന്നു ഫസ്റ്റ് ലോ? കോൺസ്റ്റന്റ് അല്ലെ. വേറൊരു ടേം ഉണ്ടായിരുന്നു, എന്താണ്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ അല്ലെ. ഓർത്തു നോക്കാം, കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ, പറഞ്ഞു ഫസ്റ്റ് ലോഫില്. അത് വേണ്ട, മറ്റേത് എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്. കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഇക്വേഷൻ ആണ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ക്യൂ പ്ലസ് ഡബ്ല്യു. കേട്ടോ, ഓർത്ത് നോക്കാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. കേട്ടോ, എല്ലാ ഇക്വേഷനും ഒന്ന് എഴുതിപ്പിക്കോട്ടോ, ഓർത്ത് നോക്കാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ലാസ്റ്റ് ക്ലാസ് ഇവിടെ മുതലാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടന്റ് പറയാൻ പോകുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. ഇവിടെ മുതൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തു ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. ഇതിന്റെ ഡെറിവേഷൻ ആണ് എടുത്തത് അല്ലെ. ഓർത്ത് നോക്കുക, ഒരു സിലിണ്ടർ ഒക്കെ വരച്ച് നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ എടുത്തു. ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. ഓർത്ത് നോക്കുക. വേറെ ഇക്വേഷൻ പഠിപ്പിച്ചു, എന്തായിരുന്നു അതിന്റെ? ഡബ്ല്യു റിവേഴ്സ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഞാൻ പറഞ്ഞേ? മൈനസ് 2.303 NRT log VF ഫൈനൽ വോളിയം ഡിവൈഡഡ് ബൈ V ഇനീഷ്യൽ വോളിയം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ഒരു ടോപ്പിക് ആണ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ അല്ലെ. ഫ്രീ എക്സ്പാൻഷനില് നമ്മൾ എവിടെയാ, സ്പേസിലാണ് നിൽക്കുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. അവിടെ പ്രഷർ എത്രയായിരിക്കും? പ്രഷർ 0. പ്രഷർ 0 ആയാൽ P0 ആയാൽ W എന്താവും? P0 ആണ്. 0 into W അല്ലെ, ഡെൽറ്റ വി. അപ്പൊ എന്താവും? W0. W0 ആയാൽ ഡെൽറ്റ യു എന്താവും? Q. അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q. കോൺസ്റ്റന്റ് എന്നാണ് ഇവിടെ, കോൺസ്റ്റന്റ് വോളിയം അല്ലെ, കോൺസ്റ്റന്റ് വോളിയം. അതുകൊണ്ട് നമ്മളവിടെ QV എന്നൊക്കെ എഴുതി, കോൺസ്റ്റന്റ് വോളിയം. ദെൻ ഫോർത്ത് അവിടെ നമ്മള് ഐസോതെർമൽ. വാട്ട് യു മീൻ ഐസോതെർമൽ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലെ. ഐസോതെർമൽ റിവേഴ്സിബിൾ, ഐസോതെർമൽ ഇറിവേഴ്സിബിൾ, അഡയാബാറ്റിക്. ഇങ്ങനെ 3 ഇക്വേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് എൻതാൽപ്പിയുടെ ഡെറിവേഷൻ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു പറയേ, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. എന്താൽപ്പി ഡെറിവേഷൻ എഴുതി അല്ലെ. ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് എഴുതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഡെറിവേഷൻ എഴുതിയത്. ഇതെല്ലാനും ഈ പറയുന്ന മുകളിലേക്ക് വരുന്ന എല്ലാനും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ എഴുതി. അതെന്തായിരുന്നു? സി പി മൈനസ് സി വി ഈക്വൽ ടു പറയും നോക്കിയിട്ട് ആർ. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. കേട്ടോ, ഓർത്ത് നോക്കാം. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. കേട്ടോ, ആർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആരെന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെ മെയിൻ ആയിട്ട് 5 ഇക്വേഷൻ. ഇതിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ടായിരുന്നു. ഇതെന്തായിരുന്നു? ഡെൽറ്റ എച്ച് ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ എഴുതിയല്ലോ, ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ ഇടയിലും കുറെ ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ മെയിൻ ഇക്വേഷൻ ഇത്രയാണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തൊക്കെ എഴുതി? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, പിന്നെന്തായിരുന്നു? ഇന്റൻസീവ് പ്രോപ്പർട്ടി, പിന്നെന്തായിരുന്നു? ഹീറ്റ് കപ്പാസിറ്റി സി അല്ലെ, സി പി സി വി. കേട്ടോ, അതിൽ നിന്നാണ് ഈ ഡെറിവേഷൻ വന്നത് അല്ലെ, ഓർത്ത് വെക്കാം. ഓക്കെ, ആ ഇക്വേഷൻ എഴുതിയില്ലല്ലോ, അതും കൂടി എഴുതാം. 6th ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? Q ഈക്വൽ ടു സി ഡെൽറ്റ ടി. കേട്ടോ, ഓർത്ത് വെക്കാം. ഈ 6 ഇക്വേഷൻ വേഗം ഒന്ന് എടുത്തെഴുതിയേ ഒരുമിച്ച്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ എടുത്തേക്കുന്നതാണ്.
കേട്ടോ. ഓർത്ത് നോക്കുക. ഞാൻ പറഞ്ഞു തെർമോഡൈനാമിക്സ് നമ്മുടെ ഫിസിക്സിനെ പോലെയാണ്, ഡെറിവേഷൻ ആണ്. നല്ല രസമാണ് ആക്ച്വലി പഠിക്കാൻ, അല്ലെ? ഓർത്ത് നോക്കുക. ഒരെണ്ണത്തിൽ നിന്ന് അടുത്തത്, അടുത്തത് അതും കൂടി മിക്സ് ചെയ്ത് അടുത്തത്, അങ്ങനെ ഡിറൈവ് ചെയ്ത് അല്ലെ? എന്ത് രസമാണ് ആക്ച്വലി, അല്ലെ? ഓർത്ത് നോക്കുക. വേഗം നോക്കാം. ഇക്വേഷൻ എടുത്ത് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഇക്വേഷൻസ് മാറ്റി പഠിക്കണം. കാരണം കുറേ ഇക്വേഷൻ ഉണ്ട്, ഇനിയുണ്ട് എന്ന് എഴുതാം കേട്ടോ. അപ്പൊ ആ മെയിൻ ഇക്വേഷൻസ് എഴുതാനാണ്. ഇത് കഴിഞ്ഞിട്ട് താഴേക്കൊരു 4 ലൈൻ വിട്ടേക്കണം കേട്ടോ ആ പേജിൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു 4-5 ലൈൻ വിട്ടു. കാരണം ഇനി ഒരു 3 ഇക്വേഷൻ ഉള്ളൂ, എന്നാലും ഒരു 4-5 ലൈൻ വിട്ടേക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ ഒരു സ്പേസിൽ നമുക്ക് എന്താ എല്ലാ ഇക്വേഷനും ഉണ്ടെന്ന് ഓർത്ത് നോക്കാൻ വേണ്ടിട്ടാ. ഈ ഇക്വേഷൻ കഴിഞ്ഞിട്ട് ഒരു 4 ലൈൻ വിട്ടേക്ക് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഒരു 2-3 ഇക്വേഷനും കൂടി ഉള്ളൂ. വൈകി വന്ന ആൾക്കാരോട് ഈ സൺഡേ അല്ല, നെക്സ്റ്റ് സൺഡേക്ക് ആകുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ക്ലാസ് വെക്കാനായിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. സ്റ്റഡി സെക്ഷൻ വെക്കാനായിട്ടേ. അപ്പൊ ഇല്ലല്ലോ, നിങ്ങൾക്ക് എക്സാം ഒന്നും ഇല്ലല്ലോ. ഈ സൺഡേ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിയൂലേ? ഉറപ്പിച്ച് കഴിയും. ആ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഈ സൺഡേ അല്ലാതെ ഇനി വരുന്ന അല്ലെ സൺഡേസ് വെച്ചാൽ കുഴപ്പം ഇല്ല എന്നാണ് തോന്നുന്നത്, അല്ലെ? ഓക്കെ, ഒന്ന് പ്ലാൻ ചെയ്യുന്നു. ഡേറ്റ് എന്നായിരിക്കും? ഇപ്പൊ ഈ വരുന്ന സൺഡേ എന്ന് പറയുമ്പോ നാളെ അല്ലേ 29th. അപ്പൊ അടുത്തൊരു 7th ഒക്കെ ആവും ഡേറ്റ്. കുഴപ്പമുണ്ടാവില്ല. കേട്ടോ. ഓർത്തോ. 5-നാണ് എക്സാം ആണ്. 5th ആണ്. 5th കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാം എന്നാ? 3rd October. 3rd October എന്ന് പറയുമ്പോ ഫ്രൈഡേ ആണ്. ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ് ഉണ്ട് അതിന്റെ തലേദിവസം അല്ലെ? ഫ്രൈഡേ അല്ലേ നമ്മുടെ ക്ലാസ്? ചെയ്യാം, റിവിഷൻ ചെയ്യാം. എന്നാ അവധിയാണ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അന്ന് വേണമെങ്കിൽ വെച്ചുതരാം. അങ്ങനെ ഒക്ടോബർ അല്ലേ? ഒക്ടോബർ 2 അവധിയല്ലേ? അപ്പൊ വേണമെങ്കിൽ വെച്ചുതരാം കേട്ടോ. ഒന്ന് ഓർപ്പിച്ചേക്കണം കേട്ടോ. വേഗം എടുത്ത് ഇത്രയും വരെ കേട്ടോ. സ്പേസ് വിട്. നിങ്ങൾക്ക് എവിടം വരെ പോർഷൻ ഉണ്ട് കെവിക്ക്? തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ വരെ ഇത്രയും വരെ എടുത്തെഴുതുക കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ഉണ്ടായാ നോട്ട് എഴുതണം കേട്ടോ. ഇന്ന് നോട്ട് ഒരാൾ ഇടും, അല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. ഇത് ഡെറിവേഷൻ പോലെ ഒരു ഏരിയ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടന്റ് ഇത്രയും വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നോക്കണം കേട്ടോ. ദെൻ ഇന്നത്തെ ടോപ്പിക്കും തുടങ്ങാം കേട്ടോ. ഓർത്ത് നോക്കാം. ഹെഡിങ് എഴുതി വെക്കുക. എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിംഗ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിംഗ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിംഗ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിംഗ് ഫേസ്. PHASE ആണ് കേട്ടോ. ഫേസ്, സോളിഡ് ഫേസ് അങ്ങനെ പറയൂലേ? എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. അണ്ടർലൈൻ ചെയ്യാം. അതിന് താഴെ ഫസ്റ്റ് സബ് ഹെഡിങ് എഴുതി വെക്കുക. മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഫസ്റ്റ് സബ് ഹെഡിങ് മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. നമ്മള്
നയൻത്തിലാണ് ആദ്യം ഫേസ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കണ്ടേക്കുന്നത്. സോളിഡ് ടു മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ കേട്ടോ, FUSION, ഫ്യൂഷൻ. മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. നമ്മൾ നയൻത്തിൽ ആദ്യം ഫേസ് ട്രാൻസ്ഫോർമേഷൻ പഠിപ്പിച്ചേക്കുന്നത്. സോളിഡ് ടു ലിക്വിഡ്, ആ പ്രോസസ്സിന് എന്താ വിളിക്കുന്നത്? സോളിഡ് ലിക്വിഡ് ആവുന്ന ആണോ? സോളിഡ് ലിക്വിഡ് ആവുന്നത് മെൽറ്റിംഗ് അല്ലെ, ഓർത്ത് വെക്കാം. തിരിച്ചാണെങ്കിൽ ഫ്രീസിങ് അല്ലെ, അങ്ങനെ പറയാം, ഓർത്ത് വെക്കാം. ഇനി അല്ലെ സോളിഡ് ടു ലിക്വിഡ് നമ്മൾ എന്താ പറയാ? സോളിഡ് ടു ലിക്വിഡ് ഇപ്പൊ തന്നെ ചോദിച്ച സോളിഡ് ടു ലിക്വിഡ് മെൽറ്റിംഗ്. ഐസ് മെൽറ്റ് ആവുന്നത് ഇമാജിൻ ചെയ്യാം കേട്ടോ, ഓർത്ത് വെക്കാം. ഐസ് മെൽറ്റ് ആയ എന്താ? വാട്ടർ ആയി. വാട്ടർ ഗ്യാസ് ആവും, ആ പ്രോസസ്സിന് എന്താ വിളിക്കാം? വേപ്പറൈസേഷൻ. ഓർത്ത് വെക്കാം, ഓർത്ത് വെക്കാം. ഇനി വേപ്പർ സോളിഡ് ആവും, ആ പ്രോസസ്സിന് എന്താ വിളിക്കാം? കണ്ടൻസേഷൻ. ഓർത്ത് വെക്കാം. ഇനി സോളിഡ് ഗ്യാസ് ആവും, ക്യാംഫർ. ക്യാംഫർ അറിയാലോ അല്ലെ? ഇല്ല ഒരാൾ ആരും പറഞ്ഞു ഇപ്പൊ. സബ്ലിമേഷൻ. വെരി ഗുഡ് കേട്ടോ, ഓർത്ത് വെക്കാം. സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിന് എന്താണ്? സബ്ലിമേഷൻ. ക്യാംഫർ ഒക്കെ വരുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അതിന് തണുപ്പിച്ചു കഴിഞ്ഞാൽ സോളിഡ് ഫോമിലേക്ക് വരും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡ്രൈ ഐസ് അല്ലെ. നമ്മൾ നല്ല മാളുകളിലൊക്കെ പോകുമ്പോ ഓപ്പൺ ഏരിയയിൽ അവർ വെള്ളമൊന്നും വെക്കാതെ ഡ്രൈ ഐസ് വയ്ക്കും അല്ലെ. അപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും, നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും അല്ലെ, നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എടുത്തു കഴിഞ്ഞാലും വെറ്റൊന്നും ആവില്ല. ഓർത്ത് വെക്കാം. കയ്യിൽ നനവൊന്നും ഉണ്ടാവില്ല, നല്ല ഇതായിട്ടിരിക്കുന്ന രീതിയിൽ ചെയ്തു വെക്കാറുണ്ട് അല്ലെ, ഓർത്ത് വെക്കാം. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. മാള് പോയിട്ടില്ലേ? ലുലു മാൾ ഇവിടെ ഉണ്ട്, എടപ്പള്ളി. പോയിട്ടില്ല? പോയി നോക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. പല സ്ഥലത്തും വെക്കും, ഈ സിറ്റുവേഷൻ അനുസരിച്ച് വെള്ളം വെക്കാത്ത രീതിയിൽ വെക്കുന്നത്. ഇപ്പൊ ഫിഷിന്റെ ഏരിയയിലല്ല, അല്ലാത്ത ഏരിയയിലൊക്കെ ചില സമയത്തൊക്കെ മിക്കപ്പോഴും വെക്കാറുണ്ട് ആക്ച്വലി. അപ്പൊ എനിവേ ഓർത്ത് വെക്കാം, ഈ പറയുന്ന സാധാരണ ഐസ് പോലെ തന്നെ ഇരിക്കും. അത് എന്തായിരിക്കും? ലിക്വിഡ് ആവില്ല, നേരെ എന്താവും? ഗ്യാസ് ആയി പോകും കേട്ടോ, ഓർത്ത് വെക്കാം. കുറച്ചും കൂടി തണുപ്പും കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും അല്ലെ, ഓർത്ത് വെക്കാം. അപ്പോ എനിവേ ഇത് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഈ ഒരു പ്രോസസ്സിൽ എൻതാൽപ്പി അപ്ലൈ ചെയ്യുക. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എനർജി എന്നാണ്, ഓർത്ത് വെക്കാം. എനർജി, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 mole സോളിഡ് ടു ലിക്വിഡ്. അതാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? എത്ര എനർജി വേണം അല്ലെ, ഓർത്ത് വെക്കുക, ഒരു സോളിഡ് ലിക്വിഡ് ആകാൻ അല്ലെ, ഓർത്ത് വെക്കുക. അത് എന്താണ്? 1 mole വേണം കേട്ടോ. മോള് അല്ല, ഒരു എമൗണ്ട് വേണ്ടേ നമുക്ക് അല്ലെ, ഓർത്ത് വെക്കാം. അപ്പൊ 1 mole സോളിഡ് എന്തായി മാറണം? ലിക്വിഡ് ആകണം. ആ സമയത്ത് എത്ര എനർജി കൊടുക്കണം? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്തായിരിക്കും? ഇതേ സ്റ്റൈലിൽ ഒന്ന് പറഞ്ഞു. 1 mole. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 mole ഡാഷ് ടു ഡാഷ് ലിക്വിഡ് അല്ലെ. 1 mole ലിക്വിഡ് കൺവേർട്ട് ടു 1 mole ഗ്യാസ്. അതിന് വേണ്ടുന്ന എനർജി അല്ലെ. അപ്പൊ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 mole എന്താണ്? ലിക്വിഡ് ഡയറക്ട്ലി കൺവേർട്ട് ടു വേപ്പർ ഫേസ്. ദാറ്റ് ഈസ് നോൺ ആസ് ദി എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അപ്പൊ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്തായിരിക്കും? 3 ഉള്ളൂ പഠിക്കാനായിട്ട്. The amount of energy required to 1 mole solid to gas or vice versa. ഓർത്ത് നോക്കാം. This is known as the enthalpy of sublimation. ഈ 3 ഹെഡിങ്സുകളും പോയിന്റുമാണ് നമുക്ക് എഴുതാനുള്ളത് കേട്ടോ. അപ്പൊ എഴുതി വെച്ചു. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അവിടെ എഴുതി വെക്കാം കേട്ടോ. The amount of energy required to 1 mole solid to liquid. The amount of energy required to 1 mole solid to liquid. ബ്രാക്കറ്റിൽ മെൽറ്റിംഗ് എഴുതിയത് കേട്ടോ. സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ മെൽറ്റിംഗ് എന്നൊക്കെ വിളിക്കും അല്ലെ. മെൽറ്റിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. The amount of energy required to 1 mole solid to liquid. അത്രേ ഉള്ളൂ. അടുത്തത് അതിന്റെ ഒരു സിമ്പിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഇങ്ങനെ ഡെൽറ്റ ആ ഹെഡിങ്ങിന് അവിടെ ഇങ്ങനെ കൊടുക്കണം. FUSH ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും കണ്ട ഇതെന്താണ്? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നാണ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി ഇത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു നോട്ട് ഇതിങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്താൽ അത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെന്നാണ് അർത്ഥം കേട്ടോ, ഓർത്ത് വെക്കാം.
അപ്പോ ഇതെന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ എവിടെയെങ്കിലും നോട്ട് കണ്ട സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കേട്ടോ. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്തൊക്കെയാ? 298 കെൽവിൻ ടെമ്പറേച്ചർ, 1 ബാർ പ്രഷർ. ലാസ്റ്റ് ക്ലാസ്സിൽ അതാ എഴുതി നിർത്തിയത്. നോക്കിയേ കണ്ടോ, ഓർത്ത് നോക്കാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് എഴുതി നിർത്തിയത്. അപ്പോ അങ്ങനെ ഓർത്ത് നോക്കാം. ഇത്രയും എഴുതിയാൽ മതി കേട്ടോ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഡെൽറ്റ FUSH. ആ ഹെഡിങ്ങിന്റെ അവിടെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയേക്കണം കേട്ടോ. ഹെഡിങ് എഴുതിയല്ലോ, അവിടെ ബ്രാക്കറ്റില് ഇതാണ് അതിന്റെ സിമ്പൽ. ഇനി അടുത്ത ഹെഡിങ് ആണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. ഒരേ പാറ്റേണിൽ പിടിച്ചാൽ മതി. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. ആ സ്റ്റാൻഡേർഡ് എവിടെയെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒരു നോട്ട് കൊടുക്കുക. ഇതുപോലത്തെ ഒരു നോട്ട് എന്നാണ് പറയാം. അത് കൊടുത്താൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ ഇത് എന്താ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ വരും. അത്രേ ഉള്ളൂ. അടുത്തത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ വേപ്പറൈസേഷന്റെ VAPH ബ്രാക്കറ്റ് ഡെൽറ്റ VAPH. ഡെഫിനിഷൻ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ അതുപോലെ വേഗം എഴുതിക്കോ. എന്തായിരിക്കും? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 മോൾ വേപ്പർ ആക്കാന്ന് പറഞ്ഞ എന്താ? 1 മോൾ ലിക്വിഡ് ടു ഗ്യാസ് കേട്ടോ. വേഗം എഴുതുക കേട്ടോ. വേപ്പറൈസേഷൻ എൻതാൽപ്പി ബ്രാക്കറ്റില് ഡെൽറ്റ VAPH. അത് കഴിഞ്ഞിട്ട് ഡെഫിനിഷൻ എഴുതുക കേട്ടോ. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു എഴുതി തുടങ്ങിക്കോ കേട്ടോ. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 മോൾ the amount of energy required to 1 mole liquid to gas. 1 mole liquid to gas. ലിക്വിഡ് വേപ്പർ എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. ലിക്വിഡ് ടു ഗ്യാസ്, ലിക്വിഡ് ടു വേപ്പർ. ഇനി ഏതാ? സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇവിടെ നോട്ട് ഉണ്ടാവും കേട്ടോ, ഓർത്ത് നോക്കാം. നോട്ട് തന്നാൽ സ്റ്റാൻഡേർഡ് വേപ്പറൈസേഷൻ എൻതാൽപ്പി. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. 298 കെൽവിൻ ആയിരിക്കണം, 1 ബാർ പ്രഷർ ആയിരിക്കണം. ആ സിറ്റുവേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലും വരാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി അടുത്തത് സബ്ലിമേഷൻ എൻതാൽപ്പി കേട്ടോ, ഓർത്ത് നോക്കാം. സബ്ലിമേഷൻ എൻതാൽപ്പി. അപ്പൊ അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന സൈൻ ഡെൽറ്റ SUB സബ്ലിമേഷൻ എന്നുള്ളതിന്റെ മീനിങ് H. സബ്ലിമേഷൻ എൻതാൽപ്പി ഒരേ പാറ്റേൺ ആണ്. അപ്പൊ എങ്ങനെ തുടങ്ങുമെന്ന് പറഞ്ഞേ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 മോൾ ഓർ വൈസ് വേഴ്സ. സബ്ലിമേഷൻ എൻതാൽപ്പി. സോളിഡ് ടു ഗ്യാസ് ഓർ വൈസ് വേഴ്സ. തിരിച്ചായാലും സബ്ലിമേഷൻ എന്നാ പറയാറ്. ഇവിടെയെല്ലാം സ്റ്റോഷിയോമെട്രി ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവര് സബ്ലിമേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തരുവാണ്, ഒരു 10. അപ്പൊ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ സബ്ലിമേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ 10 തരും. എന്നിട്ട് അവര് ചോദ്യം 3 മോളിന്റെ എത്രയായിരിക്കും? അപ്പൊ എന്ത് ചെയ്യണം? × 3. സബ്ലിമേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തരുന്നു, ഡെൽറ്റ SUBH എന്ന് പറഞ്ഞിട്ട് അവർ ഒരു 10 ആണ് വാല്യൂ തന്നേക്കുന്നതെന്ന് വിചാരിക്കാം. എന്നിട്ട് അവർ ചോദിക്കും എന്താണ്, ഒരു 2.5 മോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? × 2.5 ആണോ? അങ്ങനെയൊക്കെ വരുന്നത്. അതിന് 2.5 ഒന്നും തരില്ല അവരതിന് പകരം വല്ല 0.73 മോൾ എന്നൊക്കെ തരും. അപ്പൊ എന്താണോ അത് അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ഒക്കെയാണ്. തിരിച്ചും ചോദിക്കും അവര് 4 മോളിന്റെ തരും, എന്നിട്ട് സബ് ഫ്യൂഷൻ എൻതാൽപ്പി ചോദിക്കും. മനസ്സിലായി? അപ്പൊ ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതൊരു എന്താ പറയാ, കോമൺ ആയിട്ടുള്ള കോമൺ സെൻസ് പോലെ യൂസ് ചെയ്യുന്ന രീതിയാണ് ആക്ച്വലി. ഇതിന്റെ കൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി 1 മോൾ എത്ര ഗ്രാം ആണെന്ന് അറിയാലോ? GMM അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ അതുപോലെ ഗ്രാമിന് ചോദിക്കും സ്റ്റോഷിയോമെട്രി കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അടുത്ത ഹെഡിങ് ഇതുപോലെ തന്നെയാണ്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അടുത്ത സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ.
ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് മീനിങ് അല്ലെ? ഓർത്ത് വെക്കാം. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കുക. ഓർത്ത് വെക്കുക. ഇപ്പോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു മേക്ക് ചായ, അത്രേ ഉള്ളൂ. അതുപോലെയാണ് ആക്ച്വലി വരുന്നത്. അപ്പോ ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് വാട്ടർ അങ്ങനെ ചോദിച്ചാൽ അതിന്റെ മീനിങ് എന്താ? ഇത് വാട്ടർ ഇവിടെ എഴുതും, എന്നിട്ട് ഇതിന്റെ ഇക്വേഷൻ തനിയെ ഉണ്ടാക്കാൻ പഠിക്കണം. അതിൽ മാത്രമാണ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും? H2 പ്ലസ് ഹാഫ് O2 ഇങ്ങനെ തന്നെ എഴുതണം. കാരണം എന്താ? ഇവിടെ 1 മോളിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ 1 മോള് വാട്ടർ ഉണ്ടാക്കുന്നത് ഇത് രണ്ട് റിയാക്ട് ചെയ്യാണ്. ഈ സമയത്ത് എത്ര എനർജി നിങ്ങൾ കൊടുത്താലാണ് ഉണ്ടാവുക അല്ലെ? അല്ലാതെ ഹൈഡ്രജനും ഓക്സിജനും ഇങ്ങനെ കൊടുത്താൽ അപ്പൊ തന്നെ വെള്ളം ഉണ്ടാവും? കുറെ എനർജി കൊടുക്കണം അല്ലെ? ഓർത്ത് നോക്കാം. എന്നാലാണ് വാട്ടർ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എന്താ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഫോം 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇത്രയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ് നമ്മൾ എഴുതുന്നത്. ഒരു പറയും അഗ്രിഗേറ്റ് ടു ഫോം, അങ്ങനെയൊക്കെ ഉപയോഗിക്കും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് അതാ. ഓർത്ത് നോക്കാം. സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞേ. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഫോം എത്രയാ? 1 മോൾ സബ്സ്റ്റൻസ്. അതാണ് എന്താ? ഫോർമേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് തന്നെ തന്നേക്കാം കേട്ടോ. ഓർത്ത് വെക്കാം. ദ ഫോർമേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ വേർഡ്. ദ ഫോർമേഷൻ ഓഫ് 1 mole of a compound കണ്ടോ. The formation of 1 mole of a compound. Formation of 1 mole of a compound. Formation of 1 mole of a compound from its element. From its element. From its element. From its element in their most stable state of aggregation. The formation of 1 mole of a compound from its element in their most stable of aggregation. അല്ലെ? ആ ജോയിൻ ചെയ്യുന്ന അഗ്രിഗേഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ജോയിൻ ചെയ്യാം കേട്ടോ. കൂട്ടി യോജിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ? അഗ്രിഗേഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കേട്ടോ. ഓർക്കുക. ഇത് എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ കേട്ടോ. എക്സാമ്പിൾ H2 plus half O2 gives H2O. അല്ലാതെ നമ്മൾ H2 plus നമ്മൾ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് 2H2 plus O2 gives 2H2O. അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ? 1 മോൾ ഉണ്ടാവണം അല്ലെ? ഇവിടെ 1 ആയിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നോക്കാം. അപ്പോ ഇവിടെ 1 കിട്ടണം. ആ രീതിയിലായിരിക്കണം ഫോർമേഷൻ എന്താൽപ്പിയിൽ പറയേണ്ടത്. അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ ഫോർമേഷൻ എന്താൽപ്പി. The next, Hess's law of constant heat summation. നല്ല ഹെഡിങ് ആണ് കേട്ടോ. Hess's law of constant heat summation. HESS കേട്ടോ. HESS Hess's. HE എഴുതാം. അടുത്ത ഹെഡിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ്. കുഴപ്പമില്ല, വീഡിയോ ഓഫ് ചെയ്തു കേട്ടോ. അപ്പൊ ചിലപ്പോ ഇതിന്റെ വല്ല എഴുതാം. HESS Hess's law of heat summation. Heat HEAT. Hess's law of heat summation. SUMMATION. ഹെസ്സസ് അല്ലെങ്കിൽ ഹെസ്സസ് ലോ എന്നേ പറയുള്ളൂ. ഇനി ഫുൾ ആയിട്ട് എഴുതുമ്പോൾ ഹെസ്സസ് ലോ ഓഫ് ഹീറ്റ് HET ഹീറ്റ് സമ്മേഷൻ ഹീറ്റ് ഹെസ്സസ് ലോ ഓഫ്
HEAT, heat summation. SUMMATION. ഇതാണ് ലോയുടെ പേര് എന്ന് പറയുന്നത് അതാണ് കേട്ടോ, ഓർത്തു. ഇവിടുത്തെ കൺസെപ്റ്റ് ഇതാണ്. ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നു എന്ന് കരുതാം. അവിടെ ഒരു എനർജി ഡിഫറൻസ് ഉണ്ടാവില്ലേ? ആ ഡിഫറൻസ് പല സ്റ്റെപ്പുകളിൽ നടന്നാലും ഒരേ വാല്യൂ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓൾവേസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നവർ ഇങ്ങനെയാണ്. എയിൽ നിന്ന് ബി ഉണ്ടായി. A gives B. A gives B. ഓർത്തു വെക്കാം. ഇത് ഇങ്ങനെയാണ് വേറെ രീതിയിൽ ഒരാൾ എഴുതിയത്. ഇത് സി ഉണ്ടാക്കി, സിയിൽ നിന്ന് ഡി ഉണ്ടാക്കി, ഡിയിൽ നിന്ന് എ ഉണ്ടാക്കി, ബി ഉണ്ടാക്കി. ഇങ്ങനെ ഒന്നൊന്ന് കരുതാം. ഇതാണ് ശരിക്കും നടന്നത്. പക്ഷെ വേറൊരാള് ഇങ്ങനെയും കണ്ടെത്തി. പക്ഷെ ഇത് രണ്ടിന്റെ എനർജി സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതാണ് അവര് പറയുന്ന ഡെൽറ്റ ആർ എച്ച്, റിയാക്ഷൻ എന്താൽപ്പി. ആർ എച്ച് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എന്താൽപ്പി. ഇത് H1 ആണ്, ഇത് H2 ആണ്, ഇത് H3 ആണ്. അവർ പറയുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? H1 പ്ലസ് H2 പ്ലസ് H3. അപ്പോ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പുകളിൽ നടന്നാലും ടോട്ടൽ എന്താൽപ്പി എന്തായിരിക്കും? അതിന് സെയിം ആയിരിക്കും. അങ്ങനെ പോകും കേട്ടോ, ഓർത്ത് നോക്കാം. പല സ്റ്റെപ്പുകളിൽ നടക്കാം. ഇതാണ് ഈ ലോ കണ്ടെത്തിയത്. മനസ്സിലായോ? ലോ കണ്ടെത്തിയത് എന്ന് പറഞ്ഞപ്പോ ഒരു NaCl സോൾട്ട് അതുണ്ടാക്കി. അത് ഇയാൾ ഉണ്ടാക്കിയത് വേറൊരു മെത്തേഡിൽ കൂടിയും ഞാൻ ഉണ്ടാക്കിയത് വേറൊരു മെത്തേഡിൽ കൂടിയാണെന്ന് കരുതാം ആക്ച്വലി. പക്ഷെ അതിന്റെ എനർജിയിൽ വരുന്ന ഡിഫറൻസ് എന്തായിരിക്കും? അല്ലെ, ചിലപ്പോൾ ഇയാളായിരിക്കും കുറെ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി, പല സ്റ്റെപ്പൊക്കെ പോയി 5-6 സ്റ്റെപ്പിൽ കൂടി ഭയങ്കര കഷ്ടപ്പെട്ട് കണ്ടെത്തിയെന്ന് കരുതാ അല്ലെ. പക്ഷെ ഇതും എന്തായിരിക്കും? സെയിം വാല്യൂ ആയിരിക്കും സയന്റിഫിക്കലി കിട്ടുക എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞ ഒരു സാധനം തന്നെ പല രീതിയിൽ ഉണ്ടാക്കാലോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ എടുത്താലും എന്താണ്? ഒരേ എനർജി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? എനർജീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ അത് ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാലും ടോട്ടൽ എന്താൽപ്പി ചേഞ്ച് ഓൾവേസ് സെയിം എന്നാണ് ഈ കൺസെപ്റ്റ് കണ്ടെത്തിയത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ലോ എഴുതാം, എന്നിട്ട് ഇത് ഒന്ന് വരച്ചു വെക്കാം കേട്ടോ. ഓക്കെ, if a reaction take place SS law ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. if a reaction take place in several steps ശരിയല്ലേ? ഒന്ന് നോക്കി കണ്ടോ. if a reaction take place in several step, ഒരു സ്റ്റെപ്പിന് പകരം if a reaction take place in several step, then its standard reaction enthalpy, അതാണ് ഈ ഡെൽറ്റ RH. then its standard reaction enthalpy is the sum of, okay, is the sum of, ഉണ്ടോ? എങ്ങനെ വരും? is the sum of എന്തായിരിക്കും? ഉണ്ടോ? അല്ലെ, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന is the sum of the standard enthalpy of the intermediate. Sum of the standard enthalpy of the intermediate reaction. Standard enthalpy of the intermediate. ഇതിനെ വിളിക്കുന്ന intermediate എന്നാണ് കേട്ടോ. Standard enthalpy of intermediate reactions. Standard enthalpy of intermediate reaction. എന്നിട്ട് ഇക്വേഷൻ ഇതൊന്ന് വരച്ചു കേട്ടോ, വലുതാക്കി വരക്കണം കേട്ടോ. എന്നിട്ട് ഇത് എഴുതണം. ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു H1 പ്ലസ് H2 പ്ലസ് H3.
എന്നിട്ട് ഈ ഡെൽറ്റ ആർ എച്ച് എന്താന്ന് എഴുതാം, സ്റ്റാൻഡേർഡ് എന്താൽപി കേട്ടോ. ഡെൽറ്റ ആർ എച്ചിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കണ്ടോ. ഇത് എന്താ ഇന്റർമീഡിയറ്റ്സ് ആണ് ആക്ച്വലി. എയിൽ നിന്ന് ബി ആണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. അത് ഒരു എന്താ പറയാ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിച്ചു സിന്ന് ഡിയിലേക്ക് കേട്ടോ. ആരോ വരച്ച പറഞ്ഞു ഇങ്ങനെയാണ് കേട്ടോ. സിയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് ബി. ഇനി ഈ ലോ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ലാറ്റിസ് എന്താൽപിയിൽ ഒരു ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ അത് 3 പേജ് കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്ന വലിയൊരു ഇക്വേഷൻ ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്കലി വരുന്നത്. ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോൺ ഹേബർ സൈക്കിൾ എടുക്കുമ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ ടേമുകളാണ്. അടുത്ത ടേമൊക്കെ എളുപ്പമാണ്. എഴുതി വെക്കുക. എൻതാൽപി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് കമ്പഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് കമ്പഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് കമ്പഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേണിംഗ് അല്ലെ, കത്തിക്കുക. അപ്പോ ഈ ബേണിംഗ് പ്രോസസ്സിൽ എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെ പറയും? നമ്മൾ നേരത്തെയൊക്കെ ഡെഫിനിഷൻ എഴുതിയപ്പോ പറഞ്ഞ ഒരു ഫ്രെയിം നോക്കിയേ, ആ ഫ്രെയിമിലേക്ക് ഇതിലിട്ടെ. നേരത്തെയൊക്കെ പഠിച്ച ഫ്രെയിം ഇല്ലേ, അതിലെല്ലാത്തിലും എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു അല്ലെ, ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റഡ് ടു എന്തായിരിക്കും? 1 മോൾ ബേണിംഗ്. അപ്പൊ 1 മോൾ സബ്സ്റ്റൻസ് എടുത്ത് ബേൺ ചെയ്യണ സമയത്ത് അതിൽ നിന്ന് എനർജി പുറത്തേക്ക് വരും. ആ എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് കമ്പഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇനി വരുന്ന എല്ലാ ഡെഫിനിഷനിലും എന്ത് ചെയ്യണം? 1 മോൾ കേട്ടോ. മോൾ എന്നുള്ള ആ കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഇനി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അല്ലെ, ആ കത്തിക്കുന്നത് കൊണ്ടുപോയിട്ട് അന്റാർട്ടിക്കയിൽ ഇട്ട് കത്തിക്കാൻ പാടില്ല. എന്തായിരിക്കും? അല്ലെ, അവിടെ 0 ഡിഗ്രി താഴേക്ക് ആയിരിക്കും അല്ലെ. അത് പറ്റുമോ? ഇല്ല. പുറത്തൊക്കെ ഇവിടെ ഇട്ട് കത്തിച്ച എത്ര വരും? ഇവിടെ ഇട്ട് കത്തിച്ചാൽ വരും. ഇവിടെ നോർമൽ ടെമ്പറേച്ചർ എത്രയാ കൊച്ചിയിലൊക്കെ നമ്മൾ ജീവിക്കണത്? 20 30 അല്ലെ, ഓർത്ത് നോക്കാം. 29 മുതലാണ് ആക്ച്വലി. പണ്ടൊക്കെ എപ്പോഴും 29, ഒരു 32 വരെയൊക്കെ നിൽക്കും അല്ലെ. ആ ഒരു റേഞ്ചിലേക്ക് വരും. ഹ്യൂമിഡിറ്റി കൂടുന്നോണ്ടോ. അപ്പൊ എനിവേ ഇവിടെ വേണ്ടത് 298 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 298 കെൽവിൻ എത്ര ഡിഗ്രിയാ? അല്ലെ, 225 ഉണ്ടോ? 298 ആണ്. എന്താ കെൽവിനൊക്കെ മറന്നുപോയോ? 298 കെൽവിന് ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? -273.15 ആണ് അല്ലെ. നമുക്കത് അവോയ്ഡ് ചെയ്യാം. 273 ഇപ്പൊ എത്ര കിട്ടും? 25 കേട്ടോ. ഓർത്ത് നോക്കാം. ശരിക്കും 273.15 ആക്യുറേറ്റ് ആയിട്ട് വരുമ്പോ അത് വേണ്ട. 273 വെച്ചോ. അപ്പൊ ഏകദേശം എത്ര ഡിഗ്രി സെൽഷ്യസ്? 25 ഡിഗ്രി. അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ ഏകദേശം ആ ഒരു ടെമ്പറേച്ചറിലേക്കൊക്കെ നിർത്തിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഡെഫിനിഷൻ എന്ന് എഴുതി വെച്ചോ കേട്ടോ. It is defined as the enthalpy change. It is defined as the enthalpy change. Enthalpy change per mole. Per mole എന്ന് പറഞ്ഞാൽ 1 mole കേട്ടോ. Per mole ഒരു യൂണിറ്റ് മോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. Per mole of a substance. Per mole of a substance when it undergo combustion. It is defined as the enthalpy change per mole
of a substance per mole of a substance when it undergo combustion. പ്രാകല എഴുതണം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. പ്രാകല സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ആ ഹെഡിങ്ങിന്റെ അവിടെ ഡിനോട്ട് ചെയ്യുന്ന സൈൻ എഴുതുക ഡെൽറ്റ സി എച്ച്. സി ഫോർ കമ്പഷൻ കേട്ടോ, ഓർത്തുക എച്ച്. ഇനി സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓർത്തുക ഡെൽറ്റ സി എച്ച്. ഓർത്ത് നോക്കാം. അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഈ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പോ ഞാൻ ചോദിക്കുകയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കേക്ക് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? അങ്ങനെ ചോദിച്ചാൽ എന്ത് എഴുതണം? ഡെൽറ്റ സിക്ക് വരെ എന്ത് കൊടുക്കണം? കേക്ക് അല്ലെ, എച്ച് അല്ലെ. അപ്പൊ എന്തായിരിക്കണം ഇത്? കേക്ക് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കണം? അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് അല്ലേ, അല്ലാതെ നിങ്ങൾ കാർബൺ ഒന്നും തന്നെ ഇല്ലല്ലോ. കേക്ക് ആണെങ്കിൽ അപ്പൊ എന്ത് വരും? എന്റെ ഡെഫിനിഷൻ പറഞ്ഞേ. the amount of energy അല്ലെ required to 1 mole formation of 1 mole cake അല്ലെ, അത്രേ ഉള്ളൂ. അതുപോലെയാണ് എല്ലാത്തിനും ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് പല സ്ഥലത്തും ഈ വേർഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മള് അടുത്ത പല ചാപ്റ്ററുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഇതുപോലെ ടേമുകൾ ഉണ്ടാവും. അപ്പൊ ആ ടേം ഒന്ന് ഒബ്സർവ് ചെയ്യണം. സി കണ്ട എന്താവാം എന്നുള്ള രീതിയിലൊക്കെ കേട്ടോ, ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡൗട്ട് വരും. ആ ഡൗട്ട് വരുമ്പോൾ കൂളായിട്ട് ആലോചിക്കുക, എല്ലാ ഡെഫിനിഷനിലും ഇങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ആണ്. നെക്സ്റ്റ് ഹെഡിങ് ഇതുപോലെ കുറെ കുഞ്ഞു കുഞ്ഞു ഹെഡിങ് ഉണ്ട് കേട്ടോ. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. ആറ്റം ഉണ്ടാവുക അല്ലെ, എത്ര ആറ്റം ഉണ്ടാവണം? 1 മോൾ. എവിടെ നിന്ന് ആറ്റം ഉണ്ടാവുക? H2 മോളിക്യൂൾ ആണ്. ആ മോളിക്യൂളിന്റെ ബോണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഒട്ടിക്കും, ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് ആറ്റം ആക്കി മാറ്റും കേട്ടോ. ആ പ്രോസസ്സിനെയാണ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 മോൾ കേട്ടോ. അതാണ് എഴുതാൻ പോകുന്നത്. ഒന്ന് എഴുതി വെച്ചു. ഇറ്റ് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച്. It is the enthalpy change on breaking 1 mole of bonds bonds completely to obtain 1 mole of bonds completely breaking 1 mole of bonds completely to obtain atoms in the gas phase. Atoms in the gas phase. pH ആണ് എല്ലാത്തിലും കേട്ടോ. It is the enthalpy change on breaking 1 mole of bonds completely to obtain atoms in the gas phase. എഴുതിയോ? ഓക്കെ. The next bond enthalpy. അടുത്താണ് bond enthalpy. അടുത്ത സബ് ഹെഡിങ്. ഇനി ആറ്റമൈസേഷൻ enthalpy സിമ്പിൾ എഴുതിക്കോട്ടോ. ആറ്റമൈസേഷൻ enthalpy എന്ന് പറയുമ്പോൾ ഇവിടെ A. അടുത്ത bond enthalpy എന്ന് പറയുമ്പോൾ ഡെൽറ്റ bond H. അപ്പൊ ചില സ്ഥലത്ത് ആറ്റമൈസേഷൻ താല്പര്യം ബോണ്ട് താല്പര്യം സെയിം ആവും. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാലോ ഡയാറ്റമിക് ഉണ്ട്, പോളി ആറ്റമിക് ഉണ്ട്. എന്താ ഡയാറ്റമിക് പോളി ആറ്റമിക് എന്ന് പറഞ്ഞാൽ? ഡയാറ്റമിക് എന്ന് പറഞ്ഞത് ഉണ്ട് H2. O3 എന്ന് പറഞ്ഞാൽ എന്താ? പോളി ആറ്റമിക് ആയി അല്ലെ, അവർക്ക് കൂടുതലായി, 3 ട്രയാറ്റമിക് ആയി. ഇനി നമുക്ക് CH4 ഉണ്ടോ? ഇവിടെ എത്ര എണ്ണം വരും? 4 ബോണ്ട് വരും. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഈ ഡയാറ്റമിക്കിന് ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. ആക്ച്വലി പോളി ആറ്റമിക് വരുമ്പോ 1 മോൾ ബോണ്ട് മാത്രം ആര് നോക്കുള്ളൂ? ആറ്റമൈസേഷൻ എന്താൽപ്പി. ഇവിടെയാണെങ്കിൽ എല്ലാ ബോണ്ടും നോക്കും. മനസ്സിലായി? പുറത്ത് നോക്കാം. 1 മോൾ മോളിക്യൂളിന്റെ എല്ലാ ബോണ്ടും നോക്കും ഈ ബോണ്ട് എന്താൽപ്പിയിൽ കേട്ടോ. അപ്പൊ ചെറിയൊരു ഡെഫിനിഷനിലെ വ്യത്യാസമുള്ളൂ ബോണ്ട് എന്താൽപ്പിയും ആറ്റമൈസേഷൻ എന്താൽപ്പിയും തമ്മിൽ കേട്ടോ. അപ്പൊ എഴുതി വെച്ചു. അപ്പൊ ബോണ്ട് ഉണ്ടാക്കാനും ബ്രേക്ക് ചെയ്യാനായിട്ടും
ഉപയോഗിക്കുന്നത് ബോണ്ട് എൻതാൽപ്പി എന്നുള്ള വേർഡാണ് കേട്ടോ, പുറത്തു വെക്കാം. ബോണ്ട് എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ ആണ് എഴുതുന്നത് കേട്ടോ. എനർജി ഈസ് റിക്വയർഡ് ടു break a bond. Energy is required to break a bond and energy is released. Energy is required to break a bond and energy is released when a bond is formed. ഇപ്പൊ ബ്രേക്കിങ്ങും പറയും ഫോമിങ്ങും പറയും അല്ലെ. ഫുൾ സ്റ്റോപ്പ്. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതുക. ഇറ്റ് ഈസ് പോസിബിൾ ടു റിലേറ്റ് heat of a reaction to change in energy associated with breaking and making of chemical bond. അതാണ് ഏറ്റവും എളുപ്പം. associated with breaking and making of chemical bond. breaking and making of chemical bond. അപ്പൊ ഓരോന്നിനും ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിന്റെ താഴെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ, ഓർത്തു വെക്കാം. റിയാക്ഷൻ എൻതാൽപ്പി ഡെൽറ്റ ആർ എച്ച്, റിയാക്ഷൻ എൻതാൽപ്പി ഇതിന്റെ താഴെ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞത് എഴുതി കേട്ടോ. ഡെൽറ്റ ആർ എച്ച് എന്നിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി റിയാക്ഷൻ എൻതാൽപ്പി എന്നാണ് വിളിക്കുക. ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ്. ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. സം ഓഫ് നമ്മൾ ഇത് ഇങ്ങനെ അല്ലെ ഓർത്ത് നോക്കാം. സം ഓഫ് എഴുതുമ്പോൾ അങ്ങനെ എഴുതാറുണ്ട് അല്ലെ. സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. Sum of bond enthalpy of product. Sum of bond enthalpy of reactants minus sum of bond enthalpy of product. അപ്പോ ഇത് ഓർത്ത് വെച്ചേക്കുക, ക്ലിയർ ആയിട്ട് വരുന്നത്. ഇനിയാണ് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി. അടുത്ത ഹെഡിങ് ലാറ്റിസ് എൻതാൽപ്പി. LATTICE ലാറ്റിസ് എൻതാൽപ്പി എഴുതാം. ലാറ്റിസ് എൻതാൽപ്പി ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ആ വേർഡില് അവർ ഉദ്ദേശിക്കുന്നത് 3 dimensional സ്പേസ് എന്നാണ്. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 dimensional സ്പേസ്. അപ്പോ ലാറ്റിസ് എൻതാൽപ്പി എന്ന് അവരെ മെൻഷൻ ചെയ്യണ സമയത്ത് ഈ 3 dimensional സ്പേസിൽ വരുമ്പോൾ സോളിഡ് ആണെന്ന് വിചാരിക്കുക. ഇത് സോളിഡ് ആണ്. ഇതിന് ഈ ഒരു ആറ്റം, ഇതിനകത്തുള്ള ആറ്റവും അടുത്തൊരു ആറ്റവും തമ്മിൽ ഒരു എനർജി ഉണ്ടാവില്ലേ, അത് ബ്രേക്ക് ചെയ്യിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിന് 1 mol എടുത്തിട്ട് അത് ഗ്യാസ് ആക്കി മാറ്റണം. അതിന് എത്ര എനർജി കൊടുത്താൽ ഗ്യാസ് ആക്കാൻ പറ്റും? ഇപ്പൊ തന്റെ കയ്യിലിരിക്കുന്ന ഒരു അയണിന്റെ പീസ് ആണെന്ന് കരുതാം. അതിന് എനർജി കൊടുത്താൽ ആദ്യം എന്താക്കും? ടെമ്പറേച്ചർ കൊടുത്താൽ ഗ്യാസ് മെൽറ്റ് ആകും. വീണ്ടും മെൽറ്റ് ആയി കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അതിന് ബോയിലിംഗ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ഗ്യാസ് ആയി പോകും. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? ഇതിന് ഭയങ്കര വേണം അല്ലെ, പുറത്തു നോക്കാം. അപ്പോ ഏത് മെറ്റലിനെ നമുക്ക് എന്താക്കാൻ പറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ ആക്കാനായിട്ട് എത്ര എനർജി കൊടുക്കണം? അതാണ് ലാറ്റിസ് എൻതാൽപ്പി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കാം. ലാറ്റിസ് എൻതാൽപ്പി ഹൈ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ലാറ്റിസ് എൻതാൽപ്പി ഹൈ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും?
നല്ല സ്ട്രോങ് സോളിഡ് ആയിരിക്കും. ലാറ്റിസ് എൻതാൽപ്പി ഹൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് നല്ല സ്ട്രോങ് സോളിഡ് ആയിരിക്കും അല്ലെ? ഓർത്ത് വെക്കാം. കൂടുതൽ എനർജി കൊടുക്കണം. ചോക്കും ചോക്ക് പൗഡറും ഇതിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർത്ത് ആപ്പിള് ചോക്ക് പൗഡർ ആർക്കാണ് നല്ല ബലമുള്ളത്? ചോക്ക്. വൈ? രണ്ടിലും ഒരേ സാധനമല്ലേ? ടൈറ്റ്ലി പാക്ഡ് ആവുമ്പോൾ എന്ത് കൂടും? ലാറ്റിസ് എൻതാൽപ്പി കൂടും. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്നാണ് അതിന്റെ മീനിങ്. സിമ്പിൾ ആയിട്ട് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അത് വെച്ചിട്ടാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ. എഴുതി വെച്ചു കേട്ടോ. The lattice enthalpy of an ionic compound is, definition ആണ്, the lattice enthalpy of an ionic compound, the lattice enthalpy of an ionic compound, the lattice enthalpy of an ionic compound is the enthalpy change, the lattice enthalpy of an ionic compound is the enthalpy change which occurs when 1 mole of the lattice enthalpy of an ionic compound is the enthalpy change which occurs when 1 mole of an ionic compound. നമുക്കൊരു NaCl നെയൊക്കെ മനസ്സിൽ കാണാം. 1 mole of an ionic compound dissociate into its ion in gaseous state. Dissociates into its ion in gaseous state. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ ഇയാളുടെ കയ്യില് എഴുതിട്ട് ഇയാളുടെ കയ്യിൽ ഒരു മാർബിൾ ഉണ്ട്. ആ മാർബിൾ ഭയങ്കര ഇയാൾ പറയാണ് അത് താജ്മഹലിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണ്. ഇയാൾ പറയാണ് ആക്ച്വലി താജ്മഹലിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന അതേ നല്ല സ്ട്രോങ് മാർബിൾ ആണ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അവിടെ ഇങ്ങനെ നോക്കാം, കണ്ടിട്ട് ഒരേപോലെ ഇരിക്കുന്നുണ്ട് എന്ന് കരുതാം അല്ലെ? എറിഞ്ഞു നോക്കാം അല്ലെ? എറിഞ്ഞു നോക്കി രണ്ടു അതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ചീത്തയായി പോകില്ലേ അല്ലെ? പുറത്ത് നോക്കാം. അപ്പോ അതിൽ നിന്ന് ഒരു ചെറിയൊരു പാർട്ടിക്കിൾ എടുത്ത് അതിന്റെ ലാറ്റിസ് എൻതാൽപ്പി താജ്മഹലിൽ കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഇയാളെ പറഞ്ഞ ഏരിയയിൽ എടുത്തിട്ട് അതിന്റെ ചെറിയ സാമ്പിൾ എടുത്താൽ മതി അല്ലെ? ഒരു 1 ഗ്രാം മതി. ആ സാമ്പിൾ എടുത്ത് രണ്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പി നോക്കിക്കഴിഞ്ഞാൽ 2 ഈക്വൽ ആണെങ്കിൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എങ്ങനെ ചെക്ക് ചെയ്യും? ലാറ്റിസ് എൻതാൽപ്പി ഒരു മെഷീൻ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം. ലാറ്റിസ് എൻതാൽപ്പി വലിയ പ്രോസസ്സിൽ കൂടി കുറെ റിയാക്ഷൻ നടത്തിയിട്ടാണ് അത് കണ്ടെത്തുന്നത്. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് ബോൺ ഹേബർ സൈക്കിൾ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, SS ലോ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? അത് ഉപയോഗിക്കും. പല അല്ലെ, ഒരു സാധനം ഉണ്ടാകുന്നത് ഒരു സ്റ്റെപ്പിലായാലും പല സ്റ്റെപ്പിലായാലും ടോട്ടൽ എൻതാൽപ്പി എന്തായിരിക്കും? സെയിം. അത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്തുന്ന അതുപോലത്തെ ഒരു മെത്തേഡാണ് ലാറ്റിസ് എൻതാൽപ്പി ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡ് അല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ആ മെത്തേഡിന്റെ പേരാണ് ബോൺ ഹേബർ സൈക്കിൾ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് അടുത്ത ഹെഡിങ്. ഇതിന്റെ സബ് ഹെഡിങ് ആണ് കേട്ടോ ലാറ്റിസ് എൻതാൽപ്പിയില്. ബോൺ ഹേബർ സൈക്കിൾ. ബോൺ ഹേബർ സൈക്കിൾ കുറിച്ചിട്ട് വേണം കേട്ടോ. എന്നാ വേഗം കുറിച്ചു. ബോൺ ഹേബർ സൈക്കിൾ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം.
അപ്പോൾ ഈ ചാപ്റ്റർ ശരിക്കും പഠിക്കുമ്പോൾ റിയാക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എല്ലാ റിയാക്ഷനിലെ ഇക്വേഷൻ, ആ ഇക്വേഷൻ ഉണ്ടല്ലോ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് കൂടുതൽ വരുന്നത്. പിന്നെ വരുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ ഇത് കണ്ടോ, ഇപ്പൊ എന്നാ കണ്ട പോലെ ബോൺ ഹേബർ സൈക്കിള്, അതുപോലെ തന്നെ ഹെസസ് ലോ, അങ്ങനെ ഒരു കുറച്ച് ഏരിയ ഉള്ളൂ വരുന്നത്. അപ്പൊ കൂടുതൽ മാത്സ് ആണ് വിത്ത് ഡിറൈവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി. ഒരു വരട്ടെ ഏട്ടാ, വെള്ളം കുടിച്ചിട്ട് വരട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഏത് എക്സാം ആ കെവിയില് ഇപ്പൊ നടക്കുന്ന എക്സാം? ഹാഫ് ഇയർലി ആണ്. ഇമ്പോർട്ടന്റ് അല്ലേ അത്? എക്സാം കഴിഞ്ഞു എന്നായിരുന്നു? ഇനി അടുത്ത എക്സാം എന്നാ? ഈ വരുന്ന 18th ഉണ്ട്. ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട്? എഴുതിക്കോ കേട്ടോ. ബോൺ ഹേബർ സൈക്കിൾ ആണ്, അവിടെ എഴുതി വെക്കാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ, it is impossible to determine lattice enthalpies. It is impossible to determine lattice enthalpies directly by experiment. Lattice enthalpies directly by experiment. It is impossible to determine lattice enthalpies directly by experiment, comma, we use an indirect method. We use an indirect method indirect method where we construct an enthalpy diagram. Construct an enthalpy diagram called a Born-Haber cycle. Called a Born-Haber cycle. ടെക്സ്റ്റ് ബുക്കില് ഫിഗർ 6.9 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഈ ബോൺ ഹേബർ എൻതാൽപ്പി സൈക്കിൾ കൊടുത്തേക്കുന്നത്. ഇത് ഇങ്ങനെ വെറുതെ കാണാതെ പഠിക്കേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി എന്ന സമയത്ത്. വേറെ മോളിക്യൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് പഠിക്കാനും ബുദ്ധിമുട്ടാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ഡയഗ്രം ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഈ ഡയഗ്രം തന്നെ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് ആണ് ഞാൻ വരക്കാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പോൾ ഇതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മെത്തേഡ് ആയിരിക്കും. രണ്ടും റൈറ്റ് ആണ് ആക്ച്വലി കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ് ആക്ച്വലി വരുന്നത്. പക്ഷെ നമ്മൾ വരക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഉള്ള രീതിയിൽ വരച്ചു തരാം കേട്ടോ, ഓർത്ത് നോക്കി. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് പാസ് ചെയ്ത് പോവുക. ഇത് അത്ര എളുപ്പമല്ല, എവിടെ നിന്നാണ് എന്താണ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ, ഓർത്ത് നോക്കാം. NaCl ഉണ്ടാക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കേട്ടോ, ഓർത്ത് നോക്കാം. NaCl അപ്പോ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്ന NaCl-ന് ബോൺ ഹേബർ ഡയഗ്രം ആണ് ആക്ച്വലി നമ്മൾ വരക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ബോൺ ഹേബർ ഡയഗ്രം ആണ് NaCl-ന് നമ്മൾ വരക്കാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. NaCl എങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ, ഓർത്ത് നോക്കാം. NaCl ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ Na പ്ലസ് Cl2 ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് കൊടുക്കേണ്ടി വരും. Na പ്ലസ് ഹാഫ് Cl2 ഗീവ്സ് NaCl. ഇതാണ് NaCl-ന്റെ റിയാക്ഷൻ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. Cl ഒരു Cl കിട്ടാൻ വേണ്ടിട്ട് ക്ലോറിൻ ഒരിക്കലും എന്താ എടുക്കാൻ പറ്റില്ല,
അല്ലെ, ഒറ്റയ്ക്ക് ക്ലോറിൻ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ബോൺ ഹേബർ സൈക്കിൾ പറയുന്നത് ഈ എന്നെയും ഈ സിയിലും കൂടി പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല കേട്ടോ, പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. അതാണ് ആ ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം എന്നെ എന്ന് പറയുന്ന സോളിഡ് ആണ് അല്ലെ, ഇതെന്തായിരുന്നു സോളിഡ്, ഇവിടെ ഞാൻ കൊടുക്കാം, ഇത് സോളിഡ് ആണ്, ഇതെന്തായിരിക്കും ഗ്യാസ് ആണ് അല്ലെ, പുറത്ത് നോക്കാം. ഈ എന്നെ സോളിഡ് ആയിട്ടുള്ള എന്നെ ആദ്യം ഗ്യാസ് ആക്കണം, എന്നെ ഗ്യാസ്. ഇനി നിങ്ങൾ പറയണം ഇതിനെ വിളിക്കുന്ന എൻതാൽപ്പിയുടെ പേരെന്താ? സോളിഡ് ടു ഗ്യാസ് എന്തായിരുന്നു? സോളിഡ് ടു എന്തായിരുന്നു? സബ്ലിമേഷൻ. അപ്പൊ എങ്ങനെ കൊടുക്കണം? ഡെൽറ്റ സബ് എച്ച്. ഓർമ്മയുണ്ടോ? പുറത്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ആയില്ലേ, ഈ ഗ്യാസിനെ നമുക്ക് മാറ്റി എൻ എ പ്ലസ് ആക്കണം. എൻ എ പ്ലസ് സി എൽ മൈനസും വന്നാലല്ലേ എൻ എ സി എൽ ഉണ്ടാവുള്ളൂ. അപ്പോ എൻ എയിൽ നിന്ന് 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അങ്ങനെ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതിന് എന്തെന്താൽപ്പി എന്നാണ് വിളിക്കുക? എൻ എ പ്ലസ്. അത് നമ്മൾ എഴുതിയിരിക്കുന്നത് തേർഡ് ചാപ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. തേർഡ് ചാപ്റ്ററിലെ പേരെന്താ? പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളില് അയണൈസേഷൻ എന്താൽപ്പി, അതിന്റെ ഡെഫിനിഷൻ എന്താ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് 1 ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് സെൽ. അതിനെന്താ വിളിക്കുന്നത്? അയണൈസേഷൻ എന്താൽപ്പി. വേറെ സാധനം എഴുതി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. എന്റെ എഴുതി ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി. ആ ചാപ്റ്റർ എഴുതിയേക്കുന്ന അതൊക്കെ ഇവിടെ വരും. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ വരുമ്പോ എന്തെന്താൽപ്പി എന്ന് എഴുതിവിടാം എന്ന് പറഞ്ഞേ? ഡെൽറ്റ ഐ എച്ച് ഉണ്ടോ, ഓർത്ത് നോക്കാം. എന്നെ പ്ലസ് ഓർത്ത് നോക്കാം. ഇവിടെ വരെ ഇത് കിട്ടി അല്ലെ. ഇനി സി എൽ ആണ്. CL2 അല്ലേ, അതിനെ ബ്രേക്ക് ചെയ്ത് ഒരു CL-ലേക്ക് മാറ്റണം. CL ആക്കണ്ടേ, ഓർത്ത് നോക്കാം. 2CL എന്ന് പറഞ്ഞാൽ ഇത് ബോണ്ടാണ്. അപ്പൊ എന്ത് വിളിക്കും? ബോണ്ട് ഇങ്ങനെ ഒട്ടിക്കണതിന് എന്താ വിളിക്കുക? ഓർ എന്ത് വിളിക്കുക? ബോണ്ട് എൻതാൽപ്പി ഉണ്ടോ, ഓർത്ത് നോക്കാം. ബോണ്ട് എൻതാൽപ്പി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ആറ്റമിക് എൻതാൽപ്പി എന്ന് കൊടുക്കുക. അപ്പൊ രണ്ടായാലും റൈറ്റ് ആണ് ആക്ച്വലി വരും ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഡെൽറ്റ, പിന്നെന്ത് കൊടുക്കണം ഇവിടെ? ബോണ്ട് അല്ലെ, എൻതാൽപ്പി ഉണ്ടോ. അപ്പോ നമുക്ക് ആറ്റം കിട്ടി. ഇനി ഈ CL അല്ലേ, CL മൈനസ് ആക്കണം. CL മൈനസ് ആക്കണം കേട്ടോ, ഓർത്തോ. ഒരു CL കൊടുത്താൽ മതി, ഹാഫ് അല്ലേ. അപ്പൊ CL ആണ്. CL മൈനസ് ആക്കണമെങ്കിൽ എന്തായിരിക്കും? നേരത്തെ ഇയാള് പറഞ്ഞു ഇലക്ട്രോൺ ഗെയിൻ എന്താക്കി ഉണ്ടോ, ഓർത്തോ. എക്സ്ട്രാ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാം. തല പിടിക്കുന്ന കൊടുത്തേ, കുഞ്ഞു പിള്ളേരെ പോലെയാ അല്ലേ, ഓർത്ത് നോക്കാം. ഡെൽറ്റ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്താ പറയുക? EG ഉണ്ടോ, ഓർത്ത് നോക്കാം. EGH. ഇനി നോക്കിയേ, ഈ Na പ്ലസ് CL മൈനസും കിട്ടിയില്ലേ? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ എന്തുണ്ടാവും? NaCl. ആ NaCl എന്ന് പറയുമ്പോ ഇവിടെ ഉപയോഗിക്കുന്ന ലാറ്റിസ് എന്താൽപ്പി. സോളിഡ് അല്ലേ, സോളിഡിനെ ഗ്യാസ് ആക്കണമെങ്കിൽ എന്ത് പറയണം അല്ലെ? ലാറ്റിസ് എന്താൽപ്പി. അപ്പൊ അവര് ജോയിൻ ചെയ്യുമ്പോ അല്ലെ നമുക്ക് ആ കിട്ടുന്നത്. ഇതാണ് ഈ പിക്ചറിൽ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല കണ്ടോ. ഇതെല്ലാം ഒരേ ഫ്രെയിമിലാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ. പെട്ടെന്ന് നോക്കുമ്പോ കണ്ടോ, ഇവിടെ നിന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രത്തില് ഇതിങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ Na പ്ലസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ CL വെച്ചിട്ട് വീണ്ടും താഴോട്ട് പോകും. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യിപ്പിക്കും. അതാണ് ഇതിൽ തന്നേക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ എഴുതണം ഡെൽറ്റ. ലാറ്റിസിന് നമ്മൾ കൊടുത്തല്ലോ അല്ലെ, ലാറ്റിസ് എന്താൽപ്പി കേട്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോൺ ഹേബർ സൈക്കിൾ. അപ്പൊ ഇവരെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ ഇത് തരൂല, മനസ്സിലായി, ബാക്കിയെല്ലാം തരും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തത് കിട്ടില്ലേ. അങ്ങനെയാണ് നമ്മൾ അത് കണ്ടെത്തുക കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം എടുത്ത് എഴുതുക കേട്ടോ, ഓർത്ത്. ബോണ്ട് എന്താൽപ്പി എല്ലാം എഴുതിയിട്ടുണ്ട്. അത് ഫോർമേഷൻ എന്താണ്? ഡെൽറ്റ. എന്നെയും സിയിലും കൂടി ചേർന്ന NaCl ഉണ്ട്, അതിനെ വിളിക്കുന്നത് ഫോർമേഷൻ എന്താൽപ്പി കേട്ടോ. നമ്മൾ ഫോർമേഷൻ എന്താൽപ്പി H2 + half O2 H2O എഴുതിയതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അത്യാവശ്യം സ്പേസ് ഇട്ട് കേട്ടോ, ചെറുതാക്കി എഴുതാതെ ഇതൊക്കെ മനസ്സിലാവണം കേട്ടോ, ഓർത്ത് നോക്കാം.
മനസ്സിലാവണം കേട്ടോ. എക്സാമിന് കുറച്ചും കൂടി വലുതാക്കണം കേട്ടോ. അതെ, പ്രായ ടീച്ചർമാർക്കൊക്കെ പ്രായമാണ്, അവരപ്പോ കണ്ണാടി ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഇത് നോക്കൂല, പെട്ടെന്ന് ടിക്ക് ചെയ്യാൻ നോക്കണം കേട്ടോ. പോകാം. എസ്പെഷ്യലി ബോർഡ് എക്സാമിനൊക്കെ വരുമ്പോൾ അവർക്ക് ഷെഡ്യൂൾ കൊടുക്കണം. ഒരു ദിവസം 25 പേപ്പർ അത്രയൊക്കെ കുറെ കൂടുതലുണ്ടാവും, ആരെങ്കിലും ഒക്കെ ആബ്സെന്റ് ഉണ്ടാവും. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോഴായിരിക്കും തന്റെ ഈ കുഞ്ഞിതിലൊക്കെ നോക്കി വെട്ടിയിരുന്നത്. അവര് വേണമെങ്കിൽ മറ്റേ ഇതിൽ പിടിച്ചോട്ടെ എന്ന് വരും. മനസ്സിലായി? നമുക്ക് എല്ലാ സബ്ജക്റ്റും എടുത്തിട്ട് റിവാലുവേഷൻ കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ എന്ത് പറ്റും? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കര വലുതാക്കിയും പ്രസന്റേഷൻ ആയിട്ട് നോക്കുമ്പോൾ അവർ പെട്ടെന്ന് ആയത്തേൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ മാർക്കിട്ടിട്ട് അവർ നോക്കൂല. മാർക്ക് വേഗം വീഴ്ത്താൻ നോക്കണം കേട്ടോ. ഓക്കെ, സ്പേസും അലൈൻമെന്റും ഭയങ്കരമായിരിക്കണം നമുക്ക്. ബോർഡ് എക്സാമുകളിൽ ഏത് എഴുതുമ്പോഴും സ്പേസും അലൈൻമെന്റും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, പക്ഷെ ഞാനൊക്കെ എഴുതുന്ന സ്പേസും അലൈൻമെന്റും വെച്ച് എന്റെ പേപ്പർ കണ്ട എനിക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ അവിടെ പ്രസന്റേഷൻ ആയിരിക്കും. ഒരു സാധനം ഒന്നും അറിയില്ല. ഇപ്പൊ താൻ ചോദിക്കുകയാണ് മാത്സിൽ ഇന്നേ വരെ ചെയ്യാത്ത ഒരു സാധനം ചോദിച്ചു, എന്നാൽ പോലും അത് സ്പേസും അലൈൻമെന്റും വെച്ചിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ അടുത്ത ഹെഡിങ് കേട്ടോ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിലേക്ക് ഷുഗർ ഇട്ടു, എന്നിട്ട് മിക്സ് ചെയ്താൽ എന്ത് കിട്ടും? ഷുഗർ സൊല്യൂഷൻ. ശരിയല്ലേ? ഷുഗർ സൊല്യൂഷൻ. ആ സമയത്ത് എനർജിയിൽ വ്യത്യാസം വരൂലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എടുക്കണം? സ്റ്റാൻഡേർഡ് ആയിരിക്കണം അല്ലെ? പുറത്ത് വെക്കാം. അല്ലെ? എനർജി ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും അല്ലെ? അപ്പൊ അവിടെ എഴുതി വെച്ചു. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ്. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് is the enthalpy change. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയാൻ കാരണം എന്താ? ചിലപ്പോ എനർജി എടുക്കും, ചിലപ്പോ എനർജി റിലീസ് ചെയ്യും. The enthalpy of a solution of a substance is the enthalpy change when enthalpy of solution of a substance is the enthalpy change when 1 mole of കണ്ടോ? എല്ലായിടത്തും മോള് ചേർക്കേണ്ട അടുത്തൊക്കെ മോള് ചേർക്കുക. When one mole of its 1 mole of it dissolved. It dissolved. It's അല്ല, it dissolved. It dissolves 1 mole dissolve ചെയ്യണം. It dissolved in a specific amount of water. Specific എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ 1 ലിറ്റർ അല്ലെങ്കിൽ അങ്ങനെ 100 ml അങ്ങനെ കറക്റ്റ് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ മോൾ പെർ ലിറ്റർ അങ്ങനെയൊക്കെ എഴുതുള്ളൂ നമ്മൾ. സ്പെസിഫിക് എമൗണ്ട് ഓഫ് സോൾവെന്റ്. റിപ്പീറ്റ് ചെയ്യാം. Enthalpy of a solution of a substance. Enthalpy of solution of a substance. എഴുതിയോ? Is the enthalpy change. Is the enthalpy change when 1 mole of it dissolved in a specific amount of solvent. Specific
amount of solvent. Okay. Then അടുത്ത heading ആണ് spontaneity. Next heading, main heading ആണ് spontaneity. 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 Spontaneous process എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെട്രോൾ എടുത്തു, അതിൽ തീ കൊടുത്താൽ അത് കത്തുമില്ലേ? അല്ലെ, അത് കത്തും. സ്പോണ്ടേനിയസ് ആയിട്ട് കത്തിക്കൊണ്ടേയിരിക്കും. എന്ന് കരുതി ഒരു വുഡില് നമ്മൾ അതുപോലെ ഒരു തീ ഇട്ടു, അത് കത്തിപ്പോവും. അങ്ങനെ വായി വുഡ് കത്തൂലേ? നമുക്കറിയാം. പക്ഷെ നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അല്ലെ എന്നാലും കുറച്ച് പെട്രോളൊക്കെ ഒഴിച്ച് നമ്മൾ ആദ്യം തീയൊക്കെ കൊടുത്ത് കത്തി തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യും? അങ്ങ് കത്തിക്കോളും. ആ സമയത്ത് ചില റിയാക്ഷൻസ് തനിയെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ളതിനെയാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓർത്തോക്കാം. ഏതാ? പൊട്ടാസ്യം വാട്ടറിൽ ഇട്ട സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ലെ. അതിന് വേറെ ഏതാ? ഓസോണിന്റെ എന്താ? O3 മുകളിൽ വെച്ചത് സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ്. അത് നോൺ സ്പോണ്ടേനിയസ്. O3യിലേക്ക് വേറെ അത് വരണമെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ അല്ലെ. അതിന് സിറ്റുവേഷൻ വേണം, കണ്ടീഷൻ വേണം. മനസ്സിലായി? കണ്ടീഷൻ വേണം. ഇപ്പൊ ഇത് കസേര ഉണ്ടാക്കാൻ നമ്മളൊരു കണ്ടീഷൻ വേണ്ടേ, ഒരു ടെമ്പറേച്ചറും അല്ലെ ഒക്കെ വേണ്ടേ? പുറത്തു പോകാം. അങ്ങനെയുള്ളത് കണ്ടീഷനാണ്, ഇറിവേഴ്സിബിൾ ആണ് ആക്ച്വലി വരുന്നത്. അതേസമയത്ത് ചില റിയാക്ഷൻസും ചില സിറ്റുവേഷൻസ്, ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം താഴേക്ക് ഒഴിച്ചു, എന്ത് പറ്റും? സ്പോണ്ടേനിയസ് ആണോ? അതെ, താഴേക്ക് പോകും. വെള്ളം താഴോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ താഴോട്ട് പോകില്ലേ? അതിന് വേറെ ആണോ? ഇനി മുകളിലോട്ട് പോകണം, അതിന് എന്ത് വേണം? നമ്മുടെ എനർജി കൊടുക്കേണ്ടി വരും അല്ലെ. അത് നോൺ സ്പോണ്ടേനിയസ് ആണ്. ഓർത്ത് നോക്കാം. ഐസ് മെൽറ്റ് ആകുന്നത് എന്താണ്? റൂം ടെമ്പറേച്ചറിൽ. റൂം ടെമ്പറേച്ചറിലെ കാര്യമാണ് പറയുന്നത്. സ്പോണ്ടേനിയസ് ആണ് അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആയി. അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇനി. അപ്പൊ ഓരോ റിയാക്ഷനും കണ്ടീഷൻസിലാണ് സ്പോണ്ടേനിറ്റി വരുന്നത്. കണ്ടീഷൻ അല്ലെ. ഓർത്ത് നോക്കാം. ആ കണ്ടീഷൻ എന്താണ് എന്ന് കണ്ടെത്താനാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഈ ചാപ്റ്ററില്. അപ്പൊ ആദ്യം സ്പോണ്ടേനിയസിന്റെ ഒരു ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോൾ ലെറ്ററിൽ കൊടുത്തേക്കുന്ന ഒരു വേർഡാണ് എഴുതുന്നത്. ഒന്ന് എഴുതി വെച്ചു. A spontaneous process A spontaneous process is an irreversible process. A spontaneous process is an irreversible process. A spontaneous process is an irreversible process and may only be reversed by some external agency. Some external agency. ഓർത്ത് നോക്കാം. അപ്പോ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് തനിയെ നടക്കുന്ന, നാച്ചുറൽ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് എന്താണ് തിരിച്ചാക്കണമെങ്കിൽ എന്ത് വേണം? എക്സ്റ്റേണൽ എനർജി ഒക്കെ വേണം അല്ലെ. ഓർത്ത് നോക്കാം. നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് വരണമെങ്കിൽ കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്തൊരു ടേം ആണ് എൻട്രോപ്പി. നെക്സ്റ്റ് ഒരു ടേം എഴുതി വെക്കാം. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. Entropy and spontaneity. Entropy and spontaneity. പുതിയൊരു ടേം ENTROPY. എൻട്രോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന S എന്നാണ് കേട്ടോ. ഓർത്ത് നോക്കുക. എൻതാൽപ്പിനെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മള്? എൻതാൽപ്പി H കേട്ടോ. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കുക S എന്നാണ്. അപ്പൊ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ S ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. ഡെൽറ്റ എസ് എന്നായിരിക്കും എല്ലായിടത്തും ഇനി നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. വെറുതെ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓർത്ത് നോക്കാം.
ആ എന്ത് പറ്റി? ആണോ? ഓക്കെ. ആരാ പിക്ക് ചെയ്യണേ? അപ്പൊ ആരാ പിക്ക് ചെയ്യാൻ കുത്താൻ പോവോ? വണ്ടി ഉണ്ടോ? ആ അതിന് വേണ്ട, ലൈസൻസ് വേണ്ട അല്ലേ? ഇത് നോട്ടൊക്കെ കറക്റ്റ് ആക്കണം കേട്ടോ. ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി. ഇവിടെ ഒരു ഇക്വേഷൻ ആദ്യം എഴുതി വെച്ചോ. Q റിവേഴ്സ് ഡിവൈഡഡ് ബൈ T എന്ന് എഴുതി വെക്കുക ഇക്വേഷൻ. ഡെൽറ്റ എസ് ഒന്ന് എഴുതി, ഇക്വേഷൻ എഴുതി വെച്ച്. എൻട്രോപ്പി അതിന്റെ താഴെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ഈക്വൽ ടു Q റിവേഴ്സ് ഡിവൈഡഡ് ബൈ T. ഓർ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി. ഓർ ആണ് കേട്ടോ. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ എൻട്രോപ്പി. ആ ക്യൂ ഹീറ്റ് കണ്ടന്റ് കേട്ടോ. ക്യൂ ഹീറ്റ് കണ്ടന്റ് ആണ്. ഓക്കെ, എന്താ എഴുതണോട്ടോ? ടി ടെമ്പറേച്ചർ ആണ്. സൈഡിൽ എഴുതണോട്ടോ നിങ്ങൾക്ക്. ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി, ടി ടെമ്പറേച്ചർ, ക്യൂ ഹീറ്റ് കണ്ടന്റ്, റിവേഴ്സിബിൾ ഹീറ്റ് കണ്ടന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഡെൽറ്റ എസ് എന്ന ചേഞ്ച് ഇൻ എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടാൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം. റാൻഡംനെസ് എന്ന് പറഞ്ഞാൽ അല്ലെ, നിങ്ങൾക്ക് സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് ഒക്കെ വന്നപ്പോൾ ഒരു സാധനം കാണിച്ചിട്ടുണ്ടാവും, സോളിഡ്സ് ഒക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ അല്ലെ കാണിച്ചു തന്നോ? അല്ലെങ്കിൽ നല്ലൊരു ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഇത് എടുക്കാം കേട്ടോ. പ്രൊജക്ടില് പ്രസന്റേഷൻ ഒക്കെ വെക്കാം കേട്ടോ. ഞാൻ മറന്നുപോയി, അടുത്ത ക്ലാസ്സിൽ വെക്കാം കേട്ടോ. കുറച്ച് നമ്മുടെ എല്ലാത്തിന്റെയും PPTയും അതുപോലെ തന്നെ വീഡിയോസുകളും ഉണ്ട്. നിങ്ങൾക്ക് കണ്ടല്ലേ ഗ്രാഫിക്സ്, നമ്മുടെ ഒരു ചാനലില് എല്ലാ ചാപ്റ്ററിന്റെയും എന്തുണ്ട്, നമുക്ക് ഗ്രാഫിക്സ് വീഡിയോസ് ഉണ്ട്. ഈ ചാപ്റ്ററുകളിലെ എല്ലാത്തിന്റെയും ഗ്രാഫിക്സ് വീഡിയോസ് ഉണ്ട്. ഇന്ന് ഇതിലേക്ക് ഇടാം, നിങ്ങളൊന്ന് നോക്കാം കേട്ടോ, ചാപ്റ്റർ വൈസ് ചെയ്ത്. അപ്പൊ വെറുതെ ഇങ്ങനെ നമ്മളെന്താ ഭയങ്കര മസിൽ പിടിച്ചൊന്നും കാണണ്ട, വെറുതെ കൂളായിട്ട് നോക്കൂലേ. അതുപോലെ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് യൂട്യൂബ് ഒക്കെ നോക്കുമ്പോൾ 1.5x ഒക്കെ ഇടാൻ അറിയാലോ, 2x ഒക്കെ ആക്കി ഇടാം. അല്ലെങ്കിൽ ബോറിംഗ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ടി ടെമ്പറേച്ചർ കേട്ടോ എഴുതി വെച്ചോ. ടി ടെമ്പറേച്ചർ എപ്പോഴും ക്യാപിറ്റൽ ടി ടെമ്പറേച്ചറും സ്മോൾ ടി എന്തായിരിക്കും? ടൈം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ നോർമലി എല്ലായിടത്തും കെൽവിൻ കേട്ടോ, ഓർത്ത് വെക്കാം. നമ്മള് മാത്തമാറ്റിക്കലി എവിടെ അപ്ലൈ ചെയ്യുമ്പോഴും എന്ത് കൊടുത്തേക്കണം? കെൽവിൻ കേട്ടോ, ഓർത്ത് വെക്കാം. അല്ല, ചില സ്ഥലത്തൊക്കെ എന്താണ് ആക്ച്വലി ലാഗ് ആവണ്ടാലാന്ന് കരുതിയിട്ടാ പതുക്കനെ ഇങ്ങനെ വന്ന് അങ്ങനെ നോക്കി കുറെ സമയം കളയാതിരിക്കാൻ വേണ്ടിട്ടാ. എന്റെ വീഡിയോ അല്ല ഞാൻ പറഞ്ഞേ, ഗ്രാഫിക്സ് വീഡിയോസ് ഉണ്ട് എല്ലാ ചാപ്റ്ററിന്റെയും കേട്ടോ, ഓർത്ത് നോക്കാം. അതിന്റെ ലിങ്ക് ഒന്നും കൂടി ആ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒക്കെ നോക്കാം, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും കുറച്ചൊക്കെ കേട്ടോ, ഓർത്ത് നോക്കാം. ചിലപ്പോ ചില ഒരു വ്യൂവില് പെർസ്പെക്റ്റീവ് വ്യൂവില് ഇത് കുറച്ചും കൂടി മനസ്സിലായല്ലോ പിക്ചറൊക്കെ വെച്ചിട്ട് എന്നുള്ള രീതിയിലൊക്കെ വരും കേട്ടോ, ഓർത്ത് നോക്കാം. അത് കണ്ടാൽ നല്ലതാണ്. ഈ സമയമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഒന്ന് നോക്കാം കേട്ടോ, അതിന്റെ ലിസ്റ്റ് ഇട്ടേക്കാം. ഇനി നമ്മളിവിടെ പറയുന്ന സമയത്ത് അതിലൊക്കെ പിക്ചറിലൊക്കെ കാണിക്കുന്ന അറിയാം, നമുക്ക് വൈബ്രേഷൻ ഉണ്ടാവും നോർമലി. ഇപ്പോ ഐസ് മെൽറ്റ് ആകും എങ്കിൽ ആ വാട്ടർ മോളിക്യൂളിന്റെ എൻട്രോപ്പി കൂടുവോ കുറയോ? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ റാൻഡംനെസ് ഓർ ഡിസോർഡർ കൂടും, ശരിയല്ലേ? ഐസിൽ എങ്ങനെ ഇരിക്കുക? വെള്ളം ഓടിക്കളിച്ചോണ്ടിരിക്കും ഐസിൽ അല്ലെ, സ്റ്റില്ലായി സോളിഡ് ആയല്ലോ. ആ ഇനി ഒന്ന് ശ്രദ്ധിക്കാം, ഇത് ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുമ്പോ എൻട്രോപ്പി എന്ത് പറ്റും? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ റാൻഡംനെസ് ഓർ ഡിസോർഡർ എന്ത് ചെയ്യും? ഇൻക്രീസ്. കൂടുതലേ ഉള്ളൂ. റാൻഡംനെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് അനങ്ങുന്നു, മറ്റേത് അനങ്ങാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കിടന്ന് അനങ്ങാണെന്ന് കരുത്, ഇങ്ങനെ ഞാൻ മൂവ് ചെയ്യുന്നില്ലേ, അതിനെയാണ് റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡായിട്ടുള്ള മോഷൻ ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ അതെന്ത് ചെയ്യും? കൂടും. സോളിഡ് ആവുമ്പോ നോർമലി എന്ത് പറ്റും? അനങ്ങൂല അല്ലെ, ഓർത്ത് നോക്കാം. സോളിഡ് ആയി ഫ്രീസായി, നിങ്ങൾ ഫ്രീസാക്കി വെച്ചാൽ എന്ത് പറ്റും? നിങ്ങൾ അനങ്ങിക്കൊണ്ടിരിക്കുവോ? അനങ്ങൊക്കെ ചെയ്യും അല്ലെ, അനങ്ങാൻ പറ്റില്ല. ആ രീതിയിൽ ഇങ്ങനെ നിൽക്കും അല്ലെ, ഓർത്ത് നോക്കാം. ഫ്രീസാക്കി എല്ലാവരും. അപ്പൊ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അല്ലെ, ഒട്ടനങ്ങളില്ലെങ്കിൽ ആള് പിന്നെ ക്ലോസ് ആയി ആ രീതിയിലാണ്. അപ്പൊ ഉള്ളിൽ അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ തണുത്തിരിക്കുന്നു, ആ രീതിയിൽ മനസ്സിലായി, ഓർത്ത് നോക്കാം. ഇനി ടെമ്പറേച്ചർ തരുമ്പോൾ എന്ത് പറ്റും? കുറച്ചും കൂടി മൂവ്മെന്റ് ഉണ്ടാവും, അത് ലിക്വിഡ് ആവും. അപ്പൊ ഒരു ഐസ് ഇമാജിൻ ചെയ്യാം, ഐസിന് ടെമ്പറേച്ചർ അതിലേക്ക് കൊടുക്കുമ്പോൾ അത് പതുക്കൻ എന്താവും? മെൽറ്റ് ആകും.
അപ്പൊ എൻട്രോപ്പി എന്ത് ചെയ്യും? കൂടും. പിന്നെ വീണ്ടും എൻട്രോപ്പി കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ലിക്വിഡ് ഗ്യാസ് ആകും. ആണ് ഓർത്ത് നോക്കുക. അപ്പൊ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റാൻഡം മൂവ്മെന്റ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ. കേട്ടോ, അതാണ് എഴുതാൻ പോകുന്നത്. എഴുതി വെച്ചോ. Entropy as a measure of the entropy as a measure of the degree of randomness or disorder in the system. Degree of randomness or disorder in the system. Entropy as a measure of the degree of randomness or disorder in the system. Full stop. അടുത്ത ലൈനിലെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. The greater the disorder, in an isolated system, the higher is the entropy. Higher is the entropy. Higher is the entropy. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാട്ടറിന്റെയും ഐസിന്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ എഴുതി വെച്ച് നോക്കുക. ഇതിവിടെ നോക്കിയേ, H2O. ഇവിടെ എന്ത് എഴുതണം? സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസ്. ഇവിടുന്ന് ഇതിനെ ഹീറ്റ് ചെയ്ത് എന്ത് പറ്റും? ഹീറ്റ് കൊടുത്ത് എന്ത് പറ്റും? പറയും. H2O liquid. ഇനിയും ഹീറ്റ് കൊടുത്താൽ എന്ത് പറ്റും? H2O വേപ്പർ. ഇവിടെ എന്ത് എഴുതണം? എൻട്രോപ്പി എന്ത് എഴുതും? ഇൻക്രീസസ്. ഈ ഡയറക്ഷനിൽ കേട്ടോ. കണ്ടോ? എൻട്രോപ്പി ഇൻക്രീസസ്. ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. ഇല്ല, ഹീറ്റ് കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈഡ്രജനെയും ഓക്സിജനെയും സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എവിടെയാ പഠിച്ചേ? 10th സെക്കൻഡ് ചാപ്റ്ററില രണ്ടാമത്തെ ഹെഡിങ്. ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ടാമത്തെ ഹെഡിങ് എന്തായിരുന്നു? ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. വാട്ടറിലേക്ക് എന്ത് കൊടുക്കണം? ഇലക്ട്രിസിറ്റി. പഠിച്ചു വെക്കണം. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കേട്ടോ? അപ്പൊ വെള്ളത്തിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ വരും. അപ്പൊ മാത്രമാണ് H2 and O2 രണ്ടായിട്ട് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കിട്ടുന്നത്. അല്ലെ? വാട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതെ. ഇപ്പൊ ഇവിടെ ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. എൻട്രോപ്പി ഇൻക്രീസസ്. വേർഡിൽ എഴുതണം. എൻട്രോപ്പി ഇൻക്രീസസ്. എൻട്രോപ്പി ഇൻക്രീസസ്. അവിടെ തന്നെ വീണ്ടും എൻട്രോപ്പി ഇവിടുന്ന് കൂടും, ഇവിടുന്നും കൂടും. രണ്ട് സ്ഥലത്തില്ലേ? രണ്ട് സ്ഥലത്ത് എന്താ? എൻട്രോപ്പി ഇൻക്രീസസ്. രണ്ട് സ്ഥലത്ത് എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ സോളിഡ് അല്ലെ ലിക്വിഡ് ആകുമ്പോ എൻട്രോപ്പി കൂടി. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് വരുമ്പോഴും എൻട്രോപ്പി എന്ത് ചെയ്യും? കൂടും.
റിവേഴ്സ് വരുമ്പോൾ കുറയും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിലൊക്കെ അല്ലെ ഐസ് ഒക്കെ റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് മാറും കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ആ പ്രോസസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ 2 ഹെഡിങ്സ് ഉള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഹെഡിങ് എഴുതി വെക്കുക, ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. അടുത്ത ഹെഡിങ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ, GIBBS, ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി, GIBBS, ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. അതിനു മുമ്പ് ഇത്രയും വരെ എഴുതിയേക്കുന്ന ഇക്വേഷനിലേക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഈ ഇക്വേഷൻ കൂടി എഴുതി വെച്ച നേരത്തെ എഴുതി വെച്ച സ്ഥലത്തേക്ക് ഇന്ന് ഈ ഒരു ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളൂ പുതിയതായിട്ട്. അവിടെ ഒന്ന് എഴുതി വെച്ച എത്രാമത്തെ ഇക്വേഷൻ ആയിരുന്നു? 7th അല്ലെ, ഓർത്തു നോക്കാം. ഇക്വേഷൻ delta H is equal to Q reverse divided by T or delta H divided by T. Q reverse divided by T, delta H divided by T. എഴുതിയല്ലോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എക്സാം അല്ലേ അല്ലെ ഇതിനു മുമ്പ്, അതുകൊണ്ട് സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് എല്ലാ റിയാക്ഷനും ഒന്നും പറഞ്ഞിട്ട് പോവാം കേട്ടോ, ഓർത്ത് നോക്കാം. റെഡി അല്ലേ? ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റം ഏതൊക്കെ ഇക്വേഷൻ ഉണ്ടായിരുന്നു ഞാൻ എഴുതുന്നുണ്ട്. വെരി ഗുഡ്. ആദ്യത്തെ ഇക്വേഷൻ അതാ, ഈക്വൽ ടു എച്ച് ന്യൂ. അടുത്ത എന്തായിരുന്നു? ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. നമ്മൾ ഒരു പേജിലേക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത ഇക്വേഷൻ ശരിയാ പറ. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ബി. ഏത് ഇക്വേഷൻ അത്? ഡി ബ്രോഗ്ലി ഇക്വേഷൻ. പിന്നെന്താ? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. H divided by 4 pi. ഇനി En, എനർജി ഓഫ് nth ഓർബിറ്റൽ, minus 2.18 into 10 raised to minus 18 Z square by n square. Then radius of nth orbital, Rn equal to 52.9 n square by Z, pm, picometer കേട്ടോ, പൈക്കോമീറ്റർ. ആങ്സ്ട്രോൺ ആണെങ്കിൽ 0. വെച്ച് പറയണം കേട്ടോ, ഓർത്ത് വെക്കാം. ഏകദേശം ഒരു ഓർമ്മയൊക്കെ ഉണ്ടല്ലോ. വീട്ടിൽ പോയിട്ട് ഈ ഇക്വേഷൻ പഠിക്കുക. ആ ഇക്വേഷന്റെ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് നോക്കാം, നമ്മുടെ ആ ബുക്കിലുണ്ട്. അപ്പൊ അതില് എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 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 ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. മറക്കരുത് കേട്ടോ, ഓർത്ത് വെക്കാം. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ, 4th ചാപ്റ്ററിൽ എത്തുമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഹൈബ്രിഡൈസേഷൻ ആണ്. ഓർമ്മയുണ്ടോ ഹൈബ്രിഡൈസേഷൻ എന്താ? ആദ്യത്തത് BeCl2, ഷേപ്പ് എന്താണ്? ലീനിയർ. ഹൈബ്രിഡൈസേഷൻ SP ആണോ, ഓർത്ത് നോക്കാം. ഒരു ഓർഡറിൽ പഠിക്കുക. അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ എന്താന്ന് ഓർമ്മയുണ്ടോ? BeCl3 ഓർ BF3 അല്ലെ. BeCl3 പറയാം അല്ലെങ്കിൽ BF3 പറയാം. B ആണ്. അപ്പൊ എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? ട്രയഗണൽ പ്ലാനർ. ഹൈബ്രിഡൈസേഷൻ sp2. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് CH4 എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ. ഹൈബ്രിഡൈസേഷൻ sp3. അടുത്തത് PCl5 sp3d. ഹൈബ്രിഡൈസേഷൻ എന്താ? sp3d അല്ലെ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടിയുണ്ട് SF6 ഒക്ടാഹെഡ്രൽ. ഹൈബ്രിഡൈസേഷൻ sp3d2 അവിടെ ഓർത്ത് നോക്കാം, sp3d2. അപ്പോൾ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടണം. പിന്നെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഈ 4 ചാപ്റ്റർ എടുക്കുമ്പോൾ എല്ലാത്തിന്റെയും മെയിൻ കോർ ആദ്യം ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഒറ്റ ത്രെഡിൽ പറഞ്ഞു നോക്കാം. ആ ചാപ്റ്റർ ആദ്യം അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് തന്നെ ആദ്യം എൻ്റർ ചെയ്യാം. ഞാൻ പറയുന്നത് ഇപ്പോ നിങ്ങളുടെ പൊസിഷനിൽ ഞാനൊക്കെ പഠിക്കണ കാലത്തും ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റ് ഒക്കെ പഠിച്ചു തീർത്തിട്ട് വേണം കുറച്ച് ക്വസ്റ്റ്യൻ പഠിക്കാൻ. ആദ്യം ഇത് ഇങ്ങനെ വായിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തുടങ്ങും. അത് മാർക്കായി മാറില്ല. നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക, ഒരു കുഞ്ഞു ടോപ്പിക് പഠിക്കുന്നു, അതിന്റെ ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ നോക്കുന്നു. അല്ലെങ്കിൽ മെയിൻ ടോപ്പിക്സ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നോക്കിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് അത് അറിയില്ലെങ്കിൽ അവിടെ പോയി അത് നോക്കാം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. കാരണം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കായിട്ട് കൺവേർട്ട് ആവുള്ളൂ കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ,
മൈൻഡ് ചെയ്യാം കേട്ടോ.